ഹായ് ഹലോ അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ സൂപ്പർ ഒരു ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് സാരി ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ ഷോൾഡർ ചെയ്യുന്ന ഇങ്ങനെ ഇറങ്ങി പോണ ഒരു സംഭവം. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അത് കറക്റ്റ് അളവ് വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. അതായത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാതെ ഇങ്ങനെ ഇറങ്ങി പോണൊരു ബുദ്ധിമുട്ട്. അത് ഒന്നില്ലെങ്കിൽ ടക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആം ഹോള് വലുതായി പോണതുകൊണ്ട്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി, അതായത് കഴുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കില്ല നിൽക്കണം. എന്നാൽ മറ്റുള്ളവരുടെ ബ്ലൗസ് കാണുമ്പോൾ നമുക്ക് കൊതുകാവുകയും ചെയ്യും. അയ്യോ നല്ല ഭംഗിയിലിരിക്കണ്ടല്ലോ, നമ്മുടെ എന്താണ് ഇങ്ങനെ ഇരിക്കാത്തത്, ഇങ്ങനെ വീണ് പോകണം എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്ലൗസിന് എന്താ ചെയ്യേണ്ടത്? ഞാൻ കൈ അഴിച്ച് മാറ്റിയതാണ് കേട്ടോ. ആം ഹോള് വലുതായി ഇപ്പോൾ കണ്ടതാ. കൈ അഴിച്ച് ഇവിടെ മാറ്റി വെച്ചേക്കാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൈ അഴിച്ച് മാറ്റുക. അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കസ്റ്റമറാണ് കൊണ്ടുവന്ന് തന്നേക്കണമെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ടക്കും കറക്റ്റല്ല, ആം ഹോളും കറക്റ്റല്ല. ഈ രണ്ട് കാരണങ്ങളാണ് ഇതിൻ്റെ ഷോൾഡർ വീണ് പോകാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കൈ ഒന്ന് അഴിച്ച് മാറ്റി അതിന് ശേഷം ഷോൾഡർ ഒന്ന് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. ചുമ്മാ അങ്ങ് അടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതൊരു ഭംഗിയില്ലാണ്ടായി പോവും. അപ്പോൾ ബ്ലൗസിൻ്റെ ഭംഗി പോവുകയും ചെയ്യരുത്, ആ ഫിനിഷിങ്ങും പോവരുത്. പിന്നെ ഈ ബ്ലൗസ് എന്ന് വെച്ചാൽ ക്രോസിലാണ് തയ്ച്ചിട്ടുള്ളത്. ക്രോസ് ബ്ലൗസ് ആകുമ്പോഴത്തേക്കും ടക്ക് നല്ലോണം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തായിരിക്കില്ല നിൽക്കുന്നത്. കറക്റ്റായിട്ട് ഒക്കെ അത് മാർക്ക് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡൊന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം കൈ അഴിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഹെമ്മിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഹെമ്മിങ് ഒന്ന് അഴിച്ചെടുക്കണം. അവിടെ മാത്രം മതി കേട്ടോ, ഒരുപാട് ഫുള്ളായിട്ടൊന്നും അഴിക്കേണ്ട, അവിടെ മാത്രം ഒന്ന് അഴിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഇങ്ങനെ ഇൻ്റർലോക്ക് ഒന്ന് അഴിച്ചളഞ്ഞാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ തയ്യലുണ്ടല്ലോ, സ്റ്റിച്ച് കണ്ടോ, ഈ സ്റ്റിച്ചായിരിക്കണം എൻ്റെ ഭാഗത്ത് വരേണ്ടത്, അല്ലാതെ തയ്യൽ തുമ്പല്ല. ഈ സ്റ്റിച്ച് ഇങ്ങനെ വരുന്ന രീതിയിൽ മടക്കണം. തയ്യൽ തുമ്പല്ല കേട്ടോ, സ്റ്റിച്ച് വരുന്ന രീതിയിൽ മടക്കുക. എന്നിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളമാണോ അതിന് ലൂസുള്ളത് അതനുസരിച്ച് കറക്റ്റായിരിക്കണേ നെക്കിൻ്റെ പോർഷൻ. ആ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചെടുത്തേക്കാണ് കേട്ടോ. അഴിച്ചാൽ കഴുത്ത് മൊത്തത്തിൽ അഴിച്ചിട്ടില്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക, കുറച്ച് ഭാഗം കഴുത്തിൻ്റെ നമുക്ക് എത്രത്തോളം അടിക്കണം എന്ന് വെച്ചാൽ അത്രയും മാത്രം അഴിച്ചിട്ടുള്ളൂ, ഹെമ്മിങ് മാത്രം. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ വിടർത്തി വെച്ചിട്ട് ആ സ്റ്റിച്ച് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മടക്കി വെച്ചേക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലേ? അത് ഞാൻ വീണ്ടും പറയണത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അബദ്ധം കാണിക്കരുത്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് ഒപ്പാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോവും. ഇപ്പം ഇങ്ങനെ ഒന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാനായിട്ട് തയ്യൽ തുമ്പ് മോൾ ഭാഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലായല്ലോ? ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കളയണം. അതായത് കട്ട് ചെയ്ത് കളയണത് നമ്മുടെ ആ തയ്യൽ തുമ്പ് മാത്രം, സ്റ്റിച്ച് അവിടെ നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ കറക്റ്റ് അളവിലോ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എനിക്കിത് ഒരുപാട് ലൂസൊന്നുമല്ല, ഒരു 1/2 ഇഞ്ച് ലൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മളിവിടെ പിടിച്ച് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആം ഹോളും ചെറുതാവും, കഴുത്തും നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വരും കേട്ടോ. എന്നാൽ കറക്റ്റായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ തുമ്പുണ്ടല്ലോ, ഈ സൈഡിലെ തുമ്പ് അങ്ങോട്ട് എടുത്ത് കളയുക. അതിന് ശേഷം ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് പഴയതുപോലെ തന്നെ അങ്ങോട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക. അപ്പോൾ മറ്റേ ഹെമ്മിങ്ങിൻ്റെ നൂല് അവിടെ കിടക്കണ്ടല്ലോ, അതുമ്മിൽ നിന്ന് കെട്ടിട്ട് ഈ നൂല് വന്ന് കെട്ടിട്ട് അങ്ങോട്ട് തുന്നിയാൽ മതി കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് സുഖമായിട്ട് കൈ കയറ്റാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആം ഹോള് ഒന്ന് അളന്ന് നോക്കിയേക്കാം, കറക്റ്റാണോ എന്ന് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ മെഷീൻമേൽ തന്നെ ഞാൻ അളന്ന് നോക്കുകയാണ് കേട്ടോ. അത് കറക്റ്റാണെങ്കിൽ നമ്മൾ കൈ കയറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കുറവായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കക്ഷത്തിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് വെട്ടിക്കൊടുത്ത് ആം ഹോളൊന്ന് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ആം ഹോള് കറക്റ്റായിരിക്കും, നെക്കാണ് ലൂസെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആം ഹോള് ചെറുതായി പോവില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണ്ട. ഇനി ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ 2 കൈയും അതേപോലെ ഷോൾഡർ ഞാൻ അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കൈ ഇത്തിരി വലുതായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ആം ഹോള് ചെറുതാക്കിയപ്പോൾ കൈ ഇത്തിരി വലുതായിരിക്കും. ആ വലുതായ കൈ നമുക്ക് റെഡിയാക്കണമെങ്കിൽ ഇതാ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുക, അളവ് വെച്ച് നോക്കുക.
അല്ലാതെ കൈ ഊരാതെ നമ്മൾ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഫിനിഷിങ്ങിനൊന്നും ഒരു കുറവും വരില്ല, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്ന് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇനി ഇത് വണ്ണം കുറച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തെ കൈയും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരേ അളവിൽ തന്നെ ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എളുപ്പം ചെയ്യുന്ന പണിയാണ്, നമ്മൾ ഒത്തിരി ക്ഷമയോടുകൂടെ ഇരിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, കൈ അഴിക്കാനൊക്കെ മടിയാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ പിടിച്ച് ഇരിക്കണ പോലെയൊക്കെ തോന്നും. അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയാവില്ല. ഇങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് നല്ല നീറ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ നമുക്ക് രണ്ട് കൈ ഇതേപോലെ ആക്കിയതിന് ശേഷം ബ്ലൗസിലേക്ക് എപ്പോഴും സാധാരണ സ്ലീവ് ആഡ് ചെയ്യണ പോലെ ആഡ് ചെയ്യുക. അപ്പോൾ അളവൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അമോള് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അമോള് ചെറുതായി പോയിട്ടുണ്ടെങ്കിലും വീണ്ടും ഈ ഒരു കഴുത്ത് ഇറങ്ങിപ്പോണ ബുദ്ധിമുട്ട് വരും കേട്ടോ. അമോളൊക്കെ കറക്റ്റാണ്. വലുതായാലും ചെറുതായാലും കഴുത്ത് ലൂസായി പോവും. അപ്പോൾ ബ്ലൗസ് അടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നോക്കി, നമ്മുടെ നമ്പർ ശ്രദ്ധിച്ചല്ലോ. ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. താങ്ക്